നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാന്ത്രിക അസിസ്റ്റുമായി നെയ്മർ ജൂനിയർ മനോഹരമായിട്ടുള്ള ഒരു പാസ് അദ്ദേഹം ഗോളിലേക്ക് അടിക്കുന്നതിന് വേണ്ടിയിട്ട് സഹതാരത്തിന് കൊടുക്കുന്നു. യെസ്, നെയ്മർ ഈസ് ബാക്ക്. സാന്റോസ് വിജയിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ റെമോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ടീമാണ് റെമോ. സാന്റോസ് ഏതായാലും ഈ മത്സരം വിജയിച്ചതോടുകൂടി റെലഗേഷൻ സോണിൽ നിന്ന് താൽക്കാലികമായിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. 9 കളിയിൽ നിന്ന് 10 പോയിന്റുള്ള സാന്റോസ് ഇപ്പോൾ 12ാം സ്ഥാനത്താണ്. സാന്റോസിന് വേണ്ടി ടഷിയാനോയും മോയിസസുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോണി, നെയ്മർ ജൂനിയർ, വഴിയിൽ ടച്ചിയാനോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 40ാമത്തെ മിനിറ്റിലാണ് ആ മാന്ത്രിക നീക്കമുണ്ടായത്. നെയ്മർ ജൂനിയർ മനോഹരമായിട്ട് ബോൾ പെനാൽറ്റി ബോക്സിലേക്ക് കൊടുക്കുന്നു. അവിടെ ഡിഫൻഡർമാരുണ്ടായിരുന്നു. അതാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ബിഗ് ഫുട്ട് കൊണ്ട് ഡിഫൻഡർമാർക്ക് മുകളിലൂടെ പിൻ പോയിന്റ് ആക്യുറസിയിൽ നെയ്മർ ജൂനിയർ ടച്ചിയാനോയിലേക്ക് പന്തെത്തിച്ചു. ആ പന്ത് അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 1 ഗോളിന് സാന്റോസ് മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ കളിയുടെ അവസാന ഘട്ടത്തിലാണ് 2ാമത്തെ ഗോൾ പിറക്കുന്നത്. എസ്കോബാറിൻ്റെ അസിസ്റ്റിൽ നിന്ന് മോയിസസ് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയത്തിലേക്ക് സാന്റോസ് കടന്നുപോയി. തീർച്ചയായും നെയ്മർ ജൂനിയറുടെ ആരാധകർ ഹാപ്പിയാണ്. അവരുടെ സൂപ്പർ താരം ഇതാ വീണ്ടും കളിക്കളത്തിൽ മായാജാലം തീർത്തുകൊണ്ടിരിക്കുന്നു. 90 മിനിറ്റും നെയ്മർ ജൂനിയർ കളിച്ചു. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉയരുമ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടിയാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിലെ മാന്ത്രികത അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരിക്കൽ കൂടി അത് അദ്ദേഹം പ്രദർശിപ്പിക്കുന്നു. കാർലോ ആഞ്ചലോട്ടി കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിൽ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.